ABVPയുടെ പ്രതിഷേധം വലിയ രീതിയിൽ തന്നെയാണ് അലയടിക്കുന്നത്. രാജ്യ തലസ്ഥാനത്തും ABVP പ്രതിഷേധം അരങ്ങേറുകയാണ്. ഇടതുപക്ഷ സർക്കാരിന്റെ സംരക്ഷണത്തിൽ SFI പ്രവർത്തകർ ABVP സംസ്ഥാന സെക്രട്ടറിയെ ആക്രമിച്ചതിലാണ് പ്രതിഷേധം. ഡൽഹി കേരള ഹൗസിലേക്കാണ് ABVPയുടെ മാർച്ച്. നമുക്കതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. തത്സമയ ദൃശ്യങ്ങൾ കാണാം. विद्यार्थी परिषद जिंदाबाद 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 केरला सरकार मुर्दाबाद 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 केरला सरकार मुर्दाबाद 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 ये तानाशाही नहीं चलेगी 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 ये तानाशाही नहीं चलेगी नहीं चलेगी नहीं चलेगी केरला सरकार होश में आओ ലൈവ് ആയിട്ട് നടക്കും. ഓഡിയോ ഓക്കെ അല്ലേ? ഹലോ 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 രാജ്യ തലസ്ഥാനത്തും ABVPയുടെ പ്രതിഷേധം. ഇടതുപക്ഷ സർക്കാരിന്റെ സംരക്ഷണത്തിൽ SFI പ്രവർത്തകർ നടത്തിയ ക്രൂരതയ്ക്കെതിരെ ABVP സംസ്ഥാന സെക്രട്ടറിയെ ആക്രമിച്ചതിൽ ഉള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ABVPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പ്രതിഷേധ സ്വരം ഉയർന്നു കഴിഞ്ഞു. ഇപ്പോൾ രാജ്യ തലസ്ഥാനത്തും ABVPയുടെ പ്രതിഷേധമാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി ചൂണ്ടിക്കാട്ടിയതുപോലെ ഡൽഹിയിൽ ഇപ്പോൾ ABVPയുടെ പ്രതിഷേധം നടക്കുകയാണ്. കേരളത്തിൽ കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ സംരക്ഷണതയിൽ ABVP സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ നടത്തിയിട്ടുള്ള അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒപ്പം കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയെ ചൂണ്ടിക്കാണിക്കുന്നവരെ അടിച്ചൊതുക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് തുടങ്ങിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ABVPയുടെ നേതൃത്വത്തിൽ രാജ്യ തലസ്ഥാനത്ത് ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധ പ്രകടനം ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരള സംസ്ഥാന സർക്കാരിനെതിരെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഡൽഹിയിലെ കേരള ഹൗസിന് മുൻപിലേക്കാണ് ഈ പ്രതിഷേധ പ്രകടനം നീങ്ങുക. ഇപ്പോഴാണ് ഇത്തരത്തിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെയും ഒപ്പം JNUവിലെയും ഡൽഹിയിലെയും എല്ലാം വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് ABVPയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് ഡൽഹിയിൽ കേരള ഹൗസിലേക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ പ്രതിഷേധ മാർച്ചിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ ABVP പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ ഇത്തരത്തിൽ ABVP നേതാക്കൾക്ക് നേരെ നടക്കുന്ന ABVP സെക്രട്ടറിക്ക് നേരെ നടന്നിട്ടുള്ള അതിക്രമങ്ങളിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്നവർക്കെതിരെ സർക്കാരിനെതിരെ പ്രതിഷേധം അറിയിക്കുന്നവരെ അടിച്ചമർത്താനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കമെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങളിൽ വരും ദിവസങ്ങളിൽ ഡൽഹിയും ഒപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ABVP ഉയർത്തും എന്നുള്ളതാണ്. ഡൽഹിയെ സംബന്ധിച്ചിവിടെ കേരള സർക്കാരിന്റെ ഒരു പ്രതീകം എന്നുള്ള രീതിയിലാണ് കേരള ഹൗസിലേക്ക് ഇവിടെ ABVPയുടെ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ കേരള സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടാകും എന്നുള്ളതാണ് ABVP നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഈ വിവിധ നേതാക്കൾ ഈ ABVP പ്രൊട്ടസ്റ്റിന് നേരെയുണ്ട്. What is the demand of this protest? This demand is regulation of student democracy in Kerala. जिस तरीके से स्टूडेंट्स जब डेमोक्रेटिक प्रोटेस्ट कर रहे थे, CPI और उनके जो पाले हुए गुंडे हैं SFI के, उन्होंने बुरी तरीके से ABVP के स्टेट सेक्रेटरी को मारा. इतना मारा कि वो ICU में एडमिट हो गए. जब हमारी डिमांड थी PM श्री स्कीम को लेके केरला में वो लागू की जाए, वो क्यों नहीं मानी गई? और उसके बाद में डेमोक्रेटिक प्रोटेस्ट के बाद में स्टूडेंट डेमोक्रेटिक प्रोटेस्ट के बाद में जिस तरीके से ABVP के स्टूडेंट्स को मारा गया है, तो उसकी कौन जवाबदेही देगा? ഓക്കെ, കേരളത്തിൽ ABVPയുടെ സംസ്ഥാന സെക്രട്ടറി ഈശ്വര പ്രസാദിനെതിരെ നടന്നിട്ടുള്ള അതിക്രമത്തിൽ SFIയുടെ അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ABVP രാജ്യ തലസ്ഥാനത്ത് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം ABVP പോലൊരു സംഘടന ഭരണത്തിൻ്റെ ഒരു തണലുമില്ലാതെ കഴിഞ്ഞ കാലങ്ങളിൽ കലാലയങ്ങളിലൂടെ വളർന്നു വന്നിട്ടുള്ള പ്രസ്ഥാനമാണ്. അവിടെയാണ് ABVPയുടെ സംസ്ഥാന സെക്രട്ടറിയെ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ നടന്നിട്ടുള്ള പ്രതിഷേധത്തിൽ അതിൽ
പോലീസ് അതിൻ്റെ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം പോലീസിൻ്റെ സംരക്ഷണയിൽ SFI പ്രവർത്തകർ ABVP സംസ്ഥാന സെക്രട്ടറിയെ മർദ്ദിച്ചതിൻ്റെ പ്രതിഷേധമാണ് ഇവിടെ രാജ്യതലസ്ഥാനത്തും അലയടിക്കുന്നത്. ഇവിടെയും രാജ്യതലസ്ഥാനത്ത് ഡൽഹിയിൽ കേരള ഹൗസിന് മുൻപിലേക്കാണ് ഈ വിദ്യാർത്ഥികൾ മാർച്ച് നടത്തുന്നത്. അവരുടെ മുദ്രാവാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും കേരളത്തിൻ്റെ മണ്ണിൽ ഇനി ABVPക്കെതിരെ അക്രമങ്ങൾ ഉണ്ടായാൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ രാജ്യം മുഴുവൻ അലയടിക്കും എന്ന മുദ്രാവാക്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഒപ്പം കേരള സർക്കാരിനെതിരെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇവിടെ രാജ്യതലസ്ഥാനത്ത് ABVP അറിയിക്കുന്നത്. രോഹിണി. ജിഷ്ണു, അതുമാത്രമല്ല, നമുക്കറിയാം വിദ്യാർത്ഥി സംഘടന എന്നുള്ള രീതിയിൽ ABVP സമാധാനപരമായിട്ടാണ് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് അന്ന് പൊതുനിരത്തിലേക്ക് എത്തിയത്. അവിടെയാണ് SFI DYFI ഗുണ്ടകൾ പോലീസിന്റെ ഒത്താശയോടുകൂടി അണിനിരക്കുകയും പോലീസ് നോക്കി നിൽക്കെ ഇത്തരത്തിൽ അതിക്രൂരമായ പീഡനം അഴിച്ചുവിടുകയും ചെയ്തത്. ഈശ്വരപ്രസാദിനെ ചവിട്ടി പരിക്കേൽപ്പിച്ച് നിലത്തിട്ട് വീണ്ടും വീണ്ടും മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഒക്കെ നമ്മൾ കണ്ടതാണ്. ICUവിലേക്ക് മാറ്റത്തക്ക രീതിയിൽ ആ ശരീരത്തിന്മേൽ അത്രമാത്രം കൊടും ക്രൂരത അരങ്ങേറിയിട്ടും പോലീസ് നോക്കുകുത്തിയായി നിന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നിലവിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അലയടിക്കുമ്പോഴും ജിഷ്ണു, രാജ്യതലസ്ഥാനത്തും നമ്മുടെ സംസ്ഥാനത്തിനകത്തുമൊക്കെ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇങ്ങ് കൊച്ചിയിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു അരമണിക്കൂറിന് മുൻപുള്ള ABVPയുടെ ഈ പ്രതിഷേധ പരിപാടിയിൽ പോലും SFI സംഘടിതമായി അവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. പിന്നീട് മാധ്യമപ്രവർത്തകരുടെയൊക്കെ ശ്രദ്ധയിൽ അത് പെടുകയും പോലീസ് വലിയ സന്നാഹത്തോടുകൂടി അവിടെ നിൽക്കുകയും ചെയ്തപ്പോൾ മാത്രമാണ് അവർ പിന്മാറിയത്. അതായത് അവരുടെ ഒരു നിലപാട് ഈ കാര്യത്തിൽ വ്യക്തമാണ്. SFIയെ ആക്രമിക്കുക, സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി, പോലീസിൻ്റെ ഒത്താശയോടുകൂടി, മന്ത്രിമാരുടെ ഒത്താശയോടുകൂടി ABVP എവിടെ എത്തിയാലും സംഘടിതമായ ഒരു ആക്രമണം നടത്തുക എന്നുള്ള അങ്ങേയറ്റം വികലമായ ചിന്താഗതിയിൽ തന്നെയാണ് അവർ ഇപ്പോഴും മുന്നോട്ട് നിൽക്കുന്നത്. രോഹിണി, തീർച്ചയായും അത്തരം ക്രൂരതകളും അടിച്ചമർത്തലുകളുമെല്ലാം നേരിട്ടുകൊണ്ട് തന്നെയാണ് ABVP എന്ന സംഘടന കേരളത്തിൻ്റെ മണ്ണിൽ കലാലയങ്ങളിൽ വളർന്നു വന്നിട്ടുള്ളത്. അതിന് സമാനമായി ABVP അടിച്ചമർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നിട്ടുള്ളത്. അതിനെതിരെയാണ് ശക്തമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രതിഷേധം. ഒപ്പം രോഹിണി തന്നെ ചൂണ്ടിക്കാണിച്ചു കേരളത്തിൽ ഇന്ന് ABVP നടത്തിയിട്ടുള്ള പ്രതിഷേധം, ABVPയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ നടന്നിട്ടുള്ള മർദ്ദനം, അത് എന്തിനാണ്, അതിൻ്റെ മെറിറ്റാണ് ഇന്ന് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ, വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ ഇത്തരം പ്രതിഷേധങ്ങളിലൂടെ ABVP ശ്രമിക്കുന്നത്. PM ശ്രീ എന്ന പദ്ധതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ വികസനം ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതി, അതിൽ ഭാഗമാകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ABVP നടത്തിയിട്ടുള്ള പ്രതിഷേധം, വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും ABVP നടത്തിയിട്ടുള്ള പ്രതിഷേധമാണ് ഇത്തരത്തിൽ SFI ഉൾപ്പെടെ ചൊടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗ്യപത്രമായാണ് ഈശ്വരപ്രസാദ് ABVPയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. പക്ഷേ ABVPയുടെ തന്നെ നേതാക്കൾ, അത് ദേശീയ തലത്തിൽ ഇന്നലെ പ്രതികരണം നടത്തിയിട്ടുള്ള വീരേന്ദ്ര സോളങ്കി, ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണെങ്കിലും കേരളത്തിൽ നിന്ന് ABVP നേതാക്കളുടെ പ്രതികരണങ്ങൾ പരിശോധിച്ചപ്പോഴും എല്ലാം തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ജനാധിപത്യ പ്രതിഷേധങ്ങളെ പോലീസിൻ്റെ ബൂട്ടുകൊണ്ടും SFI പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ടും നേരിടാനാണ് തീരുമാനമെങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ള സൂചനയും പ്രഖ്യാപനവുമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ABVP നടത്തിയിട്ടുള്ളത്. ആ പ്രഖ്യാപനം ശരിവെക്കുന്ന രീതിയിലാണ് ഇങ്ങ് രാജ്യ തലസ്ഥാനത്തും ABVPയുടെ വിദ്യാർത്ഥി പ്രവർത്തകർ ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തിയിട്ടുള്ളത്. നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ SFIയുടെ മർദ്ദനമാണെങ്കിലും പോലീസിന്റെ മർദ്ദനവും ഉൾപ്പെടെ അത്തരം ക്രൂരതകളും അടിച്ചമർത്തലും ഏറ്റുവാങ്ങിക്കൊണ്ടും അല്ലെങ്കിൽ അതിനെ അതിജീവിച്ചുകൊണ്ടുമാണ് കഴിഞ്ഞ കാലങ്ങളിൽ കലാലയങ്ങളിൽ ABVP എന്ന സംഘടന കേരളത്തിൽ വേരുറപ്പിച്ചു വന്നിട്ടുള്ളത്. അത് ഭരണ സംവിധാനങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ പോലീസിന്റെയും SFIയുടെ ഗുണ്ടകളും ഇത്തരത്തിൽ പ്രതിഷേധവും അക്രമവുമായി എത്തിയതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ രാജ്യതലസ്ഥാനത്ത് നടക്കുന്നത്. ഡൽഹി കേരള ഹൗസിന് മുൻപിലേക്കാണ് ഇപ്പോൾ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അണിനിരന്നിട്ടുള്ള പ്രതിഷേധവുമായി പോലീസ് എത്തിയിട്ടുള്ളത്. ഈ കേരള ഹൗസിന് മുൻപിലായി രണ്ട് വശങ്ങളിലും പോലീസ് ബാരിക്കേഡ് കെട്ടി പ്രവർത്തകരെ തടയുന്നുണ്ട്. കേരള ഹൗസിന് മുൻപിലേക്ക് പ്രവർത്തകർ എത്താതിരിക്കാനുള്ള, ABVP പ്രവർത്തകർ എത്താതിരിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുക. രോഹിണി. ശരി ജിഷ്ണു, രാജ്യ തലസ്ഥാനത്തും ABVPയുടെ
പിയുടെ പ്രതിഷേധം. ഇടതുപക്ഷ സർക്കാരിന്റെ സംരക്ഷണത്തിൽ SFI പ്രവർത്തകർ ABVP സംസ്ഥാന സെക്രട്ടറിയെ ആക്രമിച്ചതിലാണ് പ്രതിഷേധം. ഡൽഹി കേരള ഹൗസിലേക്കാണ് ABVPയുടെ മാർച്ച്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തിരികെ എത്താം. വീണ്ടും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. അവിടെ സംഘർഷ സാധ്യത ഉടലെടുത്തിരിക്കുകയാണ്. കേരള ഹൗസിലേക്കാണ് ABVPയുടെ മാർച്ച്. ഇടതുപക്ഷ സർക്കാരിന്റെ സംരക്ഷണത്തിൽ SFI പ്രവർത്തകർ ABVP സംസ്ഥാന സെക്രട്ടറിയെ ആക്രമിച്ചതിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ജിഷ്ണു, ഒരു സംഘർഷ സാഹചര്യമാണോ ഇപ്പോൾ നിലവിൽ ഉള്ളത്? എന്തുകൊണ്ടാണ് ABVPയുടെ മാർച്ച് ഒരു സംഘർഷത്തിലേക്ക് എത്തി നിൽക്കുന്നത്? പോലീസിന്റെ ഒരു വലിയ സന്നാഹവും അവിടെ കാണുന്നുണ്ടല്ലോ. രോഹിണി, പോലീസ് ABVP പ്രവർത്തകരെ ഈ കേരള ഹൗസിന് മുൻപിലേക്ക് എത്തരുത് എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ പ്രവർത്തകർ സംഘടിച്ചുകൊണ്ട് ഈ കേരള ഹൗസിന് തൊട്ടു മുൻപിൽ പോലീസ് സ്ഥാപിച്ചിട്ടുള്ള ബാരിക്കേഡിന് മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. പോലീസ് ഈ ബാരിക്കേഡ് കെട്ടി പ്രവർത്തകരെ തടയും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലൊരു സംഘർഷാവസ്ഥ ഇല്ല. സംഘർഷാവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യത കാരണം ABVP പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത് കേരള ഹൗസിന് മുൻപിലേക്ക് തന്നെ മാർച്ച് നടത്തും എന്ന പ്രഖ്യാപനമാണിപ്പോൾ ABVP പ്രവർത്തകർ നടത്തിയിട്ടുള്ളത്. എന്നാൽ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ഒരു കാരണവശാലും ഈ കേരള ഹൗസിന് മുൻപിലേക്ക് കടക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ബാരിക്കേഡ് കെട്ടിക്കൊണ്ട് വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. കാരണം വലിയ പ്രതിഷേധം ABVP പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിൽ സംസ്ഥാന സെക്രട്ടറിക്ക് നേരെയാണ് പോലീസിൻ്റെയും ഒപ്പം SFIയുടെയും ഭാഗത്തു നിന്നുള്ള ക്രൂരമായിട്ടുള്ള അതിക്രമം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതിനെതിരെ ശക്തമായ ഭാഷയിലുള്ള പ്രതിഷേധം ഉണ്ടാകും എന്നാണ് ABVP പ്രവർത്തകർ പ്രതികരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കേരള ഹൗസിന് മുൻപിൽ രണ്ട് തലങ്ങളിലായി ഇത്തരത്തിൽ ബാരിക്കേഡ് കെട്ടി തിരിച്ചുകൊണ്ട് പ്രവർത്തകരെ തടയാനാണ് പോലീസ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രകടനം തുടങ്ങിയ സ്ഥലത്ത് പോലീസ് പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചിരുന്നെങ്കിലും അത് വകവയ്ക്കാതെ പ്രവർത്തകർ മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കേരള ഹൗസിന് മുൻപിലേക്ക് ഈ പ്രതിഷേധം എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രതിഷേധം ഇപ്പോൾ കേരള ഹൗസിന് മുൻപിൽ കേരള ഹൗസിൻ്റെ ഗേറ്റിന് തൊട്ട് മുൻപിലായി പോലീസ് ബാരിക്കേഡ് കെട്ടി സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം വലിയ രീതിയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. അവിടേക്കാണ് ABVPയുടെ മാർച്ച് കടന്നു വരുന്നത്. നേരത്തെ ABVP നേതൃത്വം പ്രതികരിച്ചതുപോലെ കേരളത്തിൽ തുടർച്ചയായി ഇത്തരത്തിൽ ABVPയുടെ പ്രവർത്തകർക്കും നേതാക്കൾക്കും നേരെ അതിക്രമങ്ങൾ നടക്കുകയാണ്. അത് സർക്കാരിൻ്റെ തണലിൽ പോലീസിൻ്റെയും സർക്കാരിൻ്റെയും സംരക്ഷണതയിലാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടക്കുന്നത്. അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പ് ABVPയുടെ പ്രവർത്തകരും നേതാക്കളും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈശ്വര പ്രസാദിന് നേരെ നടന്നിട്ടുള്ള അതിക്രമം ഈ സംസ്ഥാന സർക്കാരിനെതിരെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പ്രതിഷേധം നടന്നപ്പോൾ അതിനെ പ്രതിരോധിച്ചത് പോലീസിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് അപ്പുറത്തേക്ക് SFI പോലീസിൻ്റെ സംരക്ഷണത്തിൽ ABVP ആക്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയ മാർച്ച് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അണിനിരന്നിട്ടുള്ള മാർച്ച് ഇപ്പോൾ ABVP ഡൽഹി കേരള ഹൗസിന് മുൻപിലേക്ക് നടത്തിയിട്ടുള്ളത്. അവിടെ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. മാർച്ചിൽ ABVPയുടെ നേതാക്കൾ സംസാരിച്ചുകൊണ്ട് ഉദ്ഘാടനം നടക്കും. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി തന്നെ പ്രതികരിച്ച ABVPയുടെ ജനറൽ സെക്രട്ടറി വീരേന്ദ്ര സോളങ്കി ചൂണ്ടിക്കാട്ടിയത് ABVPയെ സംബന്ധിച്ച് കേരളത്തിൽ അതിശക്തമായിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങൾ മറികടന്നുകൊണ്ടാണ് കേരളത്തിൽ ABVP വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അതിക്രമങ്ങളെ നേരിടാൻ അതിശക്തമായിട്ടുള്ള കഴിവ് ABVPക്കുണ്ട്. അത് ദേശീയ തലത്തിൽ തന്നെ ആ പ്രതിഷേധം ABVP കാണിക്കും എന്നുള്ള പ്രതികരണം വീരേന്ദ്ര സോളങ്കി നടത്തിയിരുന്നു. രോഹിണി. ശരി ജിഷ്ണു, രാജ്യ തലസ്ഥാനത്ത് ABVPയുടെ പ്രതിഷേധം റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ABVPയുടെ പ്രതിഷേധം നടക്കുന്നത്. ഒരൽപ്പം സംഘർഷ സാഹചര്യം ഉടലെടുത്തിരുന്നു. ഇടതുപക്ഷ സർക്കാരിന്റെ സംരക്ഷണത്തിൽ SFI പ്രവർത്തകർ ABVP സംസ്ഥാന സെക്രട്ടറിയെ ആക്രമിച്ചതിലാണ് പ്രതിഷേധം. ഡൽഹി കേരള ഹൗസിലേക്കാണ് ABVPയുടെ മാർച്ച്. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിൽ പ്രതിഷേധിച്ച് തന്നെ വിദ്യാർത്ഥികൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജിഷ്ണുവിലേക്ക്. ജിഷ്ണു, റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണോ നിലവിൽ നടക്കുന്നത്? പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണോ കരുതേണ്ടത്?
രോഹിണി, റോഡ് ഉപരോധിച്ചുകൊണ്ട് റോഡിൽ ഇരുന്നു കൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ABVP-യുടെ പ്രവർത്തകർ നടത്തുന്നത്. ഒന്നുകിൽ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നിൽക്കും, അതല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ബാരിക്കേഡ് തകർത്തുകൊണ്ട് പോലീസിനെ മറികടന്നുകൊണ്ട് ഈ കേരള ഹൗസിന് മുൻപിലേക്ക് എത്താനുള്ള ശ്രമമായിരിക്കും ഈ ABVP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാവുക. നിലവിൽ കേരള ഹൗസിന് മുൻപിലുള്ള റോഡ് ഉപരോധിച്ചുകൊണ്ട് ആ റോഡിന് കുത്തിയിരുന്നു കൊണ്ടുള്ള പ്രതിഷേധമാണ് ABVP-യുടെ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ നേതാക്കളെല്ലാം തന്നെ പ്രതികരിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള പ്രതികരണം ഈ ABVP-യുടെ വാട്ട് ഈസ് ദ ഡിമാൻഡ് ഓഫ് ABVP only has one demand, that this red terror stops. The way SFI goons under the protection of Kerala government, CPIM government, attacked the ABVP state secretary, beat him so much that he is now admitted in the ICU. It is a testament of their student Virodhi Vichardhara, their student against ideology. We are standing here, we are sitting here in protest of this, and we demand all the perpetrators, all the violent perpetrators who beat him up, who are there, who are spreading their hooliganism, they be arrested and they be put behind the bars, and this red terror stops. PM Shri Yojana should be implemented in Kerala. This is the demand of not just some elitist SFI center. It is the demand of all the students who cannot afford education as easily as these SFI Raja and Ranis. And how will the protest move on? We will keep the protest going on until we get a proper promise that strict action will be taken against the perpetrators. Unless and until the government realizes this terrorism, this hooliganism will not work in Kerala, we will not stop. And this is just Delhi. If time comes, if time requires, we will move forward, march forward to Kerala, and we will continue the protest until they start hearing to the voice of the common public. രാജ്യവ്യാപകമായുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ABVP വ്യക്തമാക്കുന്നത്. അതായത് സ്റ്റേറ്റ് സെക്രട്ടറിക്കെതിരെ നടന്നിട്ടുള്ള കേരളത്തിൽ ABVP-യുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ നടന്നിട്ടുള്ള അതിക്രമത്തിൽ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നതുവരെ ഈ പ്രതിഷേധങ്ങൾ തുടരും. ഇന്ന് ഡൽഹിയിലാണ് ഈ പ്രതിഷേധം കണ്ടതെങ്കിൽ ഈ പ്രതിഷേധം വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അലയടിക്കും എന്നുകൂടിയാണ് ABVP നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ കേരള ഹൗസിന് മുൻപിലുള്ള റോഡിൽ കുത്തിയിരുന്നു കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ABVP-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഈ കേരള ഹൗസിന് തൊട്ടു മുൻപിൽ ബാരിക്കേഡ് കെട്ടി തിരിച്ചുകൊണ്ട് ABVP പ്രവർത്തകരെ പോലീസ് തടഞ്ഞിട്ടുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതുവരെ ഈ റോഡിൽ ഇരിക്കും എന്നാണ് പ്രവർത്തകർ വ്യക്തമാക്കിയത്. രോഹിണി, ശരി, ജിഷ്ണുവിലേക്ക് തിരികെ എത്താം.